നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൊടുത്തേക്കാം. പ്രണവിനെ അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കും. ചിന്തിക്കാതെ ഒന്നും ചെയ്യേണ്ട നിധി. എനിക്കിതിൽ നല്ല സംശയമുണ്ട്. എന്തോ ഒരു ചതി മണക്കുന്നുണ്ട്. എന്ത് ചതി? എന്റെ ഭർത്താവിന്റെ ജീവൻ വെച്ച് പന്താടാനാ നിങ്ങൾ ശ്രമിക്കുന്നത്. പ്ലീസ് ഗൗതം, ആ ഡോക്യുമെന്റ്സ് ഒന്ന് എടുത്തുക. ഞാനത് കൊണ്ടുപോയി കൊടുത്ത് പ്രണവിനെ ഒന്ന് രക്ഷിക്കട്ടെ. എനിക്ക് പ്രണവിനെ വേണം. അവന്റെ ജീവൻ എനിക്കും വിലപ്പെട്ടത് തന്നെയാ. നീ മിണ്ടരുത്. CKCയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ഡോക്യുമെന്റ്സ് ഇരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലാ. ആ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ട് ഒരുത്തം വിളിക്കണമെങ്കിൽ അത് എന്നെയോ അല്ലെങ്കിൽ നിധിയോ അല്ലേ വിളിക്കേണ്ടത്. ആ കോൾ ഈ ഫോണിലേക്ക് വരണമെങ്കിൽ അതിലൊരു ചതിയില്ലേ? അയ്യോ ഗൗതം, എന്തൊക്കെ നീ പറയുന്നത്? ഗൗതം പറയുന്നതിലും കാര്യമുണ്ട്. ആ ഡോക്യുമെന്റ്സിന് വേണ്ടിയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ അവരെന്തിനാ ആന്റിയെ വിളിക്കുന്നത്? സത്യം പറ ആന്റി, ആന്റിക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കൊള്ളാലോ, കോൾ എനിക്ക് വന്നു കരുതി അത് എന്റെ നേർക്ക് തിരിച്ചു വിടുകയാണോ? അവരെന്തിനാ എന്നെ വിളിച്ചെന്ന് ഞാൻ എങ്ങനെ അറിയുന്നേ? എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഗൗതം, ഞാൻ ഗൗതമിന്റെ കാല് പിടിക്കാം. ദൈവം ഇത് നിങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യം തെളിയിക്കാനുള്ള അവസരമായിട്ട് മാറ്റല്ലേ. ദൈവത്തെ ഓർത്ത് ആ ഡോക്യുമെന്റ്സ് ഒന്ന് താ. എന്തായാലും നിന്റെ നെല്ലും പതിരും എനിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെയൊന്നും ആ ഡോക്യുമെന്റ്സ് എടുത്തു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രണവിന്റെ ജീവനക്കാളും വലുത് സ്വത്തും ഡോക്യുമെന്റ്സ് ഒക്കെ ആണല്ലേ. എന്തൊരു ക്രൂരനാ ഗൗതം നിങ്ങൾ. നിങ്ങൾക്കത് തരാൻ താല്പര്യമില്ല. പ്രണവിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെന്താ? അതുകൊണ്ടല്ലേ ചതിയെന്ന് സംശയം എന്നൊക്കെ പറഞ്ഞു ഓരോ ഉടായ്പ ന്യായങ്ങൾ ഇറക്കുന്നത്. ശിവാനി, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. പ്രണവിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് CKCയുടെ ആളുകളും അല്ല, അവരുടെ ആവശ്യം ഡോക്യുമെന്റ്സും അല്ല. അതിലൊരു സംശയവും എനിക്കില്ല. എന്താ ഗൗതം ഇത്? അവര് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. എടാ മോനെ, ഒരു പരീക്ഷണത്തിന് പറ്റിയ സമയമല്ലിത്. നീ അതങ്ങ് കൊണ്ട് കൊടുത്തേക്ക് ഗൗതം. ഇപ്പൊ എന്തായാലും അത് നടക്കില്ലമ്മേ. ആദ്യം പഴി എന്റെ നേർക്കല്ലേ തിരിഞ്ഞത്. എനിക്കതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റൂ. നിങ്ങളൊരു മനുഷ്യനാണോ? എപ്പോഴും പറയുമല്ലോ കൂടപ്പുറപ്പാണ്, സഹോദരനാണ്, അനിയനാണെന്നൊക്കെ. സ്വത്തിന്റെ കാര്യം വന്നപ്പോ അതൊക്കെ എവിടെ പോയി? കൊല്ലവരുടെ ഡോക്യുമെന്റ്സിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൂടപ്പുറപ്പിന്റെ ജീവനം ബലിയർപ്പിക്കാൻ പോകുന്നേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല നീ. ഇനി നിങ്ങളൊന്നും പറയണ്ട. ഇനിയിപ്പൊ പ്രണവിനെ രക്ഷപ്പെടുത്തി എടുക്കാന്നുള്ളത് എന്റെ മാത്രം ആവശ്യം. CKCയുടെ ആൾക്കാരാണ് പ്രണവിനെ കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ CKCയുടെ കാൽക്കൽ വീട് യാചിച്ചിട്ടാണെങ്കിലും ഞാൻ പ്രണവിനെ രക്ഷപ്പെടുത്തും. ആന്റി, ഇവര് ഡോക്യുമെന്റ്സ് ഒന്നും തരാൻ പോണില്ല. ആന്റി എന്റെ കൂടെ ഒന്ന് വരൂ. എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു പേടി. അതുകൊണ്ട് പ്ലീസ് ആന്റി, എന്നൊന്ന് സഹായിക്കും. ശിവാനി, ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യാൻ ആന്റി എന്റെ കൂടെ ഒന്ന് വാ പ്ലീസ്. നീ വാ. മോനെ, നിന്റെ ചിന്തയിൽ തോന്നിയതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ ഇപ്പൊ ശിവാനി പറയുന്നതിൽ ന്യായമുണ്ട്. ഇതാര് ചെയ്തതോ ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് വലുത് പ്രണവിന്റെ ജീവനല്ലേ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ അങ്ങ് കൊടുത്തേക്ക് മോനെ. അമ്മേ, ഈ കൂള് വസുന്ധരാമയ്ക്ക് വന്നതിന് പിന്നില് എന്തോ കളിയുണ്ട്. എനിക്കതൊന്നും അറിയണ്ട. ഇതിന്റെ പേരിൽ പ്രണവിന് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഉത്തരവാദി നീ മാത്രമായിരിക്കും, ഓർത്തോ? ഗൗതം, അമ്മ പറയുന്നതൊന്ന് കേൾക്ക. നമുക്ക് ആ ഡോക്യുമെന്റ്സ് കൊണ്ട് കൊടുത്തേക്കാം. ആദ്യം പ്രണവിനെ രക്ഷപ്പെടുത്താം. പ്രണവ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ പറയൂല്ലേ എന്താ സംഭവിച്ചെന്ന്. എടാ, പറയുന്നതൊന്ന് കേൾക്കും മോനെ, പ്ലീസ്. നീ അതൊന്ന് എടുക്ക്. എന്നിട്ട് ആ വസുവിന്റെ ശിവാനിയുടെ കൈകൊണ്ട് കൊടുക്ക്. പിടിവാശി കാണിക്കില്ലേ ഗൗതം. നമുക്കിപ്പോ പ്രണവല്ലേ വലുത്. ശരി, നീ പോയ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തുണ്ടോ? അമ്മേ, എനിക്കൊന്ന് രണ്ട് ആൾക്കാരെ ഒന്ന് വിളിക്കാനുണ്ട്. ഇത് വരുമ്പോ വെളിയിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഗൗതം, അവന്മാര് പറഞ്ഞത് പ്രണവ് ഓൾഡ് ഫോർട്ടിനടുത്തുള്ള പഴയ കെട്ടിടത്തിലുണ്ടെന്നല്ലേ? അതെ. പക്ഷേ അത് എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഞാൻ വസുന്ധരാന്റിയെ വിളിച്ച് അവരുടെ ഫോൺ നമ്പർ ചോദിക്കട്ടെ. ഗൗതം എന്താ ഈ ആലോചിക്കുന്നത്? നമുക്ക് അവന്മാരെ ഒന്ന് വിളിക്കാം. എന്നിട്ട് ലൊക്കേഷൻ അയച്ചു തരാൻ പറയാം. അതല്ലേ എളുപ്പം.
നമുക്ക് ഈ ഡോക്യുമെന്റ്സ് കൊടുത്ത് എത്രയും പെട്ടെന്ന് പ്രണവിനെ മോചിപ്പിക്കണം. അതിനുമപ്പുറം ഇനി ഒന്നും ആലോചിക്കണ്ട. ഞാൻ വസുന്ധരാന്റെ വിളിക്കട്ടെ? വേണ്ട. അതെന്താ? നമ്മളിപ്പോ പോകുന്നത് ആ ഗുണ്ടകൾ പറഞ്ഞ സ്ഥലത്തേക്കല്ല. പിന്നെ ആദ്യം ACP മഹേഷ് സാറിനെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട്